Hi everyone, once again welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഫില്ലിംഗ് ട്യൂട്ടോറിയൽ ആണ് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും ലിപ്സ്റ്റിക് ലവേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ് കേട്ടോ. സോ അപ്പൊ നമുക്ക് വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മുടെ ലിപ്പിൽ ഡെഡ് സ്കിൻസ് ഒക്കെ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അതൊന്ന് റിമൂവ് ആക്കാനായിട്ട് ചെറിയൊരു സ്ക്രബിങ് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ടവൽ എന്തെങ്കിലും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതേപോലെ ഒരു ടവൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്തായാലും നമ്മുടെ ലിപ്പിൽ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാണ്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പൊ ഇത് ആദ്യം നമ്മൾ ചെയ്യാം. എല്ലാവരും ചെയ്യാത്ത ഒരു കാര്യമാണ് കേട്ടോ സ്ക്രബിങ് എന്ന് പറഞ്ഞാല്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തുടച്ചെടുത്താൽ മതി. അപ്പൊ ഇത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ആക്കാനായിട്ടാണ് കേട്ടോ. അതിനായിട്ട് ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരിക്കലും ലിപ് ബാം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ലിപ്സ്റ്റിക് കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിന് അത് ഭയങ്കര ഹാർംഫുൾ ആയിരിക്കും, ഭയങ്കര ഡാമേജ് ആയിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലിപ് ബാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കലാണ് കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് ഇപ്പൊ നമുക്ക് ലിപ് ലൈനർ ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒന്ന് നമുക്ക് ഔട്ട്ലൈൻ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എടുക്കട്ടെ. ഞാനിപ്പോ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്നാണ് എടുക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് കളർ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ലിപ് ലൈൻ ചെയ്യുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ ലിപ്പ് ഭയങ്കര കുഞ്ഞു ലിപ്പാണെങ്കിൽ നമുക്ക് അതൊന്ന് വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈൻ കൊടുക്കുമ്പോ ഈ ഒരു അപ്പർ ലൈനിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ കണ്ടോ, ഇതിന്റെ ഔട്ടറിന്ന് നമുക്ക് വരച്ചു തുടങ്ങാം കേട്ടോ. അതല്ല നമുക്ക് ഓക്കെ നോർമൽ ലിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ എന്റെ അത്യാവശ്യം വലിയ ലിപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ പോലെയാണ് കേട്ടോ ലൈൻ കൊടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വരച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ ലൈൻ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ലൈൻ വരച്ച് ചെയ്യുമ്പോ ഉണ്ടല്ലോ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ലൈൻ വരച്ച് ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ലൊരു എന്താ പറയാ, ലിപ്പ് ഇങ്ങനെ എന്താ പറയാ എടുത്തു വെച്ച പോലെ ഇരിക്കും ലിപ്പ്. ഷേപ്പ് നന്നായിട്ട് എടുത്തറിയാം ലിപ്പിന്റെ. അതാണ് ലിപ്പ് ലൈൻ വരച്ച് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് വെറുതെ കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടേയും വേണ്ടല്ലോ. ലിപ്സ്റ്റിക് ശരിക്കും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. കാരണം ലിപ്പിന്റെ ആ ഒരു ഷേപ്പ് പോലും ഉണ്ടാവില്ല. നമുക്ക് ഒരു എന്തോ പോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഫിൽ ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഞാൻ റീസെന്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. DL-C025 നല്ലൊരു ഷെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് മാറ്റെ ലുക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ്. സോ അപ്പൊ ഇതാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാൻ പോട്ടെ. എന്റെ കറന്റ് ഫേവറേറ്റ് ആണെന്ന് കൂടി പറയാട്ടോ. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഡോട്ട് മുകളിലും താഴെ ഇങ്ങനെ അപ്പറിലും ലോവറിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താലും മതി കേട്ടോ. ബ്രഷ് വെച്ച് തന്നെ നമ്മൾ സ്പ്രെഡ് ആക്കാണ്ട് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് സ്പ്രെഡ് ആക്കാം. അതല്ലെങ്കിൽ ബ്രഷ് വെച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഔട്ട്ലൈനിൽ തന്നെ അത് ഫില്ലാക്കാനായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴല്ല ആദ്യം കുറച്ചൊരു ക്രീമി പോലെ തോന്നും കേട്ടോ. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. ഒരു മാറ്റ് ലുക്ക് ഫിനിഷിലേക്ക് വരും കേട്ടോ. നമ്മൾ ലിപ് ലൈൻ വരച്ച് ചെയ്തതുകൊണ്ട് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് നല്ല പെർഫെക്ഷനോട് കൂടി ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ഈ ഒരു 2-3 സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് കൊണ്ട് നമ്മൾ
ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിന് അത് ഭയങ്കര ഹാർംഫുൾ ആണ് കേട്ടോ. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വെരി ഈസി ആയിട്ടും പെർഫെക്ഷനോട് കൂടിയൊക്കെ ഇതേപോലെ ലിപ്സ്റ്റിക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ലിപ് ലൈൻ ഒക്കെ വരച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അതല്ലാതെ വാരി വലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. സോ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ 2 സ്റ്റെപ്സും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എസ്പെഷ്യലി മോയ്സ്ചറൈസർ കേട്ടോ. ചില ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലിപ്പ് ഡ്രൈ ആവാറുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡ്രൈ ലിപ്പ് ആണെങ്കിൽ അപ്പൊ ഇതും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവണം. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.